ഇന്നത്തെ ഉച്ചഭക്ഷണം റെഡിയായിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സാമ്പാർ, ഇത് ബസുമതി റൈസ് കൊണ്ടുള്ള ചോറാണ്. ഇതിലേക്ക് നമുക്ക് ഇന്നുണ്ടാക്കിയ സാമ്പാർ ഒഴിച്ച് നോക്കാം. കൊള്ളാം. ബിരിയാണി അരിയിൽ നമ്മൾ സാമ്പാർ ഒഴിച്ച് കഴിക്കുന്നു. ഈ സാമ്പാർ ഉണ്ടാക്കിയ വീഡിയോ ഇതിന് അവസാനം ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണുക. അവിയലും കൂട്ടിയാണ് കഴിച്ചു നോക്കാം. അടിപൊളി. ഇത്തരം കുഞ്ഞു വീഡിയോകൾക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ഓക്കെ. സാമ്പാറിന് വേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കുമ്പളങ്ങ, മത്തങ്ങ, വെണ്ടയ്ക്ക, തക്കാളി, അമരയ്ക്ക, പച്ചമുളക്, ഇതിനുള്ള സാധനങ്ങളാണ്. ഇത് നമുക്ക് സാമ്പാർ ഉണ്ടാക്കി നോക്കാം. അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് അത് ഇട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക. 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സാമ്പാറിന് ഒരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയും മണമൊക്കെ കിട്ടുന്നതിന് വേണ്ടി ഒരു ഇത്രയും ഇൻഗ്രീഡിയൻസ്, കുറച്ച് മല്ലിയില, ഇതൊരു തരം പുളിച്ചിക്കായാണ്. അത് പുളിക്ക് ആവശ്യത്തിന് ഒരെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മത്തങ്ങ, ഒരു കഷ്ണം മത്തങ്ങ, ഒരു തക്കാളി, 2 പച്ചമുളക്, ഒരു പിടി കരിവേപ്പില. ഇത്രയും സാധനങ്ങൾ ഇതിലേക്കിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ കൊഴുപ്പിന് വേണ്ടി വയ്ക്കുന്ന ഈ സാധനങ്ങൾ അരച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ അവസാനമായി നമ്മുടെ സാമ്പാർ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക്
ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.